ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീപ്പ് യാത്രയെക്കുറിച്ച് ശ്രീജിത്ത് പറയുമ്പോൾ അത് പലപ്പോഴും വാർത്തകളിലൊക്കെ ഇടം നേടിയിട്ടുള്ളതുമാണ്. അദ്ദേഹം എപ്പോഴും ജീപ്പിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത്. നിയമസഭയിലേക്കൊക്കെ ജീപ്പിലേക്ക് എത്തുമ്പോൾ ഒരു തവണ ചോദിച്ചത് മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി തന്നെ, പൊതുമരാമത്ത് മന്ത്രി തന്നെ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചതായൊക്കെ വായിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എപ്പോഴും ജീപ്പിൽ സഞ്ചരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പീരുമേട്ടിലെ റോഡുകളെല്ലാം മോശമാണ് എന്ന് പറയുമ്പോൾ പിന്നീട് തൊട്ടടുത്ത ദിവസം തന്നെ ആ റോഡുകളൊക്കെ നന്നാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം വരുന്നത് പൊതുമരാമത്ത് മന്ത്രിയിൽ നിന്ന് തന്നെയാണ്. അതിനുള്ള ഫണ്ട് അനുവദിക്കുന്നു. ആ തരത്തിലേക്കൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ മണ്ഡലത്തിന്റെ കാര്യത്തിലൊക്കെ സജീവമായ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു ജനപ്രതിനിധിയെ കൂടിയാണല്ലോ നഷ്ടമാകുന്നത്. ശ്രീജിത്ത്, തീർച്ചയായും അനുജ സൂചിപ്പിച്ച പോലെ തോട്ടം മേഖലയിലെ റോഡുകൾ അല്ലെങ്കിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നേരറിവുള്ള ഒരാളായിരുന്നു വാഴൂർ സോമൻ. അങ്ങനെ ദീർഘകാലമായി ഇടുക്കിയിലെ തോട്ടം മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. നിയമസഭാ സാമാജികനായി തിരഞ്ഞെടുക്കപ്പെടുമ്പോഴും അദ്ദേഹത്തിന് ഈ നാട്ടിലെ പ്രശ്നങ്ങളും സാധാരണക്കാരായ ആളുകളുടെ വിഷയങ്ങളെക്കുറിച്ചും നല്ല ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിലൊക്കെ സജീവമായി ഇടപെടുന്ന ഒരാളായി മാറിയത്. അവരുടെ ഒരാളായി പ്രവർത്തിച്ചു വരുന്ന ഒരു നേതാവായിരുന്നു വാഴൂർ സോമൻ. അങ്ങനെ ഈ ആളുകളുടെ ആളുകളിലേക്ക് എത്തുന്നത് തന്നെ ഈ സ്വയം വാഹനം ഓടിച്ചും മറ്റുമാണ്. അത്തരത്തിൽ സൂചിപ്പിച്ച സംഭവം നിയമസഭയിൽ നടന്നത് ഞാൻ ഓർക്കുന്നു. അത്തരത്തിൽ ഈ പീരുമേട്ടിലെ റോഡുകളെ സംബന്ധിച്ച് നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അക്കാര്യത്തിൽ പരിഹാരം തേടി മന്ത്രിമാരുടെ ഓഫീസുകളിലൊക്കെ ഈ സെക്രട്ടേറിയറ്റിലും മറ്റും കയറിയിറങ്ങുന്ന ആളുമായിരുന്നു. അങ്ങനെ വളരെ സജീവമായൊരു സാമാജികൻ ആണ് ഇപ്പോൾ വാഴൂർ സോമൻ്റെ വിയോഗത്തിലൂടെ കേരളത്തിന് നഷ്ടമായിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്നുള്ള CPIയുടെ പ്രതിനിധിയാണ് അദ്ദേഹം. ഇടുക്കിയിൽ നിന്നുള്ള ഏക പ്രതിനിധിയാണ്. CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്നു. പാർട്ടിയുടെ നേതൃനിരയിൽ, പ്രത്യേകിച്ചും AITUCയുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഒരു നേതാവിനെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഒപ്പം തന്നെ തൻ്റെ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം അങ്ങേയറ്റം പ്രയത്നിച്ചിട്ടുണ്ട് എന്നതും നമുക്കറിയാവുന്നതാണ്. ഏറ്റവും ഒടുവിലായി കുടിവെള്ളം, എല്ലാ മണ്ഡലത്തിലും കുടിവെള്ളം എത്തിക്കും എന്ന് പറയുന്നു. കൂടാതെ എല്ലാവർക്കും വീട്, അതിനൊക്കെയുള്ള പദ്ധതികളിലേക്ക് റോഡ്, അങ്ങനെ ആ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു ജനപ്രതിനിധി കൂടിയാണ് വാഴൂർ സോമൻ. വലിയ നഷ്ടമാണ് ശ്രീജിത്ത്.